Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് S2 മാത്തമാറ്റിക്സിന്റെ റിവിഷൻ ആണ്. പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Question number 1. Evaluate double integral over 0 to 1 4x to 4 e raised to minus y square dy dx by reversing the order of integration. Order of integration reverse ചെയ്തിട്ട് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വൈയും എക്സും വേരി ചെയ്യുന്ന ലിമിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ ഡി വൈ കഴിഞ്ഞിട്ടാണ് ഡി എക്സ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഇന്നർ ഇൻ്റഗ്രലിലുള്ളതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് വൈയുടെ വേരിയേഷനും ഔട്ടർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ വേരിയേഷനും ആയിരിക്കും. അപ്പോൾ വൈ വേരീസ് ഫ്രം 4x to 4ഉം എക്സ് വേരീസ് ഫ്രം 0 to 1. മനസ്സിലായല്ലോ? വൈ എന്നുള്ളത് ആദ്യം അതായത് ആ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക വൈ കൊണ്ടായിരിക്കും, പിന്നെയാണ് എക്സ് കൊണ്ട്. അപ്പോൾ ഉള്ളിലുള്ള വൈൻ്റെ വേരിയേഷനാണ് ഈ ഉള്ളിലുള്ള ഇൻ്റഗ്രൽ, പുറത്തുള്ള എക്സിൻ്റെ വേരിയേഷനാണ് ഇൻ്റഗ്രേഷൻ, ഔട്ട് സൈഡുള്ള ഇൻ്റഗ്രലിൻ്റെ വേരിയേഷൻ. ഈ അപ്പോൾ വൈ 4x to 4ഉം എക്സ് 0 to 1ഉം വേരി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലിമിറ്റ് ഓരോന്ന് എന്താണെന്ന് നോക്കാം. y ഈക്വൽ ടു 4x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ഗ്രാഫിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ, വിത്ത് സ്ലോപ്പ് 4 ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്താ, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന y ഈക്വൽ ടു 4x ആയിട്ടുള്ള ഒരു ലൈനാണ് ഫസ്റ്റത്തെ ലിമിറ്റ്. സെക്കൻഡ് എന്താ, y ഈക്വൽ ടു 4. y ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ y ഈക്വൽ ടു 4. ദെൻ എക്സ് വാരീസ് ഫ്രം എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, y ആക്സിസ് തന്നെയാണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ദെൻ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനും ഉണ്ട്. അത് നമ്മുടെ ഇതിൽ ഫസ്റ്റ് എവിടെയാണ് വരിക, പൊസിഷൻ എക്സ് ഈക്വൽ ടു 1 ഓരോ പോയിന്റ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗ്രാഫ് വെച്ചിട്ടല്ല വരയ്ക്കുന്നത്, റഫായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് മീറ്റിംഗ് പോയിന്റ് എത്രയാണെന്ന് അറിയില്ല. അതായത് മീറ്റിംഗ് പോയിന്റ് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലൈനാണ്, വൈ ഈക്വൽ ടു 4xും വൈ ഈക്വൽ ടു 4ഉം തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണിത്. അപ്പോൾ അതിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്, വൈയുടെ വാല്യൂ 4 ആണ്, വൈ ഈക്വൽ ടു 4 ആയ കാരണം. പക്ഷേ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കുക എളുപ്പമാണ്. എങ്ങനെയാണ്, ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ വൈയുടെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 4x ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ y/4 ആയിരിക്കും. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും, 4/4 1 ആയിരിക്കും ഈ പോയിന്റ്. ദാറ്റ് ഈസ് 1,4 ആയിരിക്കും ഈ പോയിന്റ്. അതായത് y ഈക്വൽ ടു മീറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 4xും y ഈക്വൽ ടു 4ഉം തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ y ഈക്വൽ ടു 4 ആയ കാരണം ഈ ഇക്വേഷനിൽ y-ക്ക് 4 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ എക്സിന് നമുക്ക് എന്ത് കിട്ടും, 1 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ എക്സ് കോമ വൈ, ആ പോയിന്റിലെ എക്സ് കോമ വൈ എന്ന് പറയുന്നത് 1,4 ആയിരിക്കും. ഇനി ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ റിവേഴ്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിൽ ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓർഡർ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാണ്. ആഫ്റ്റർ ചേഞ്ചിങ് ഓർഡർ എക്സ് എന്ന് പറയുന്നത് വാരീസ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, 0 to x ഈക്വൽ ടു y/4 അല്ലേ. എക്സ് വേരി ചെയ്യുന്നത് 0 മുതൽ y/4 ആയിരിക്കും. ഇവിടെ ഇക്വേഷൻ y ഈക്വൽ ടു 4x ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, y/4 ആയിരിക്കും. അപ്പോൾ 4x to 4 എന്നുള്ളത് എക്സ് എന്ന് പറഞ്ഞാൽ y/4. അപ്പോൾ അതാണ് 0 to y/4 എന്ന് പറഞ്ഞത്. ദെൻ y എന്ന് പറയുന്നത് 0 to 4 ആയിരിക്കും. എക്സ് ഈക്വൽ ടു 0 to 1 എന്നുള്ളത് 0 to 4 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഓർഡർ ഓഫ്, അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 4x to 4 e raised to minus y square dy dx എന്നുള്ളത് എങ്ങോട്ട് മാറി, dy dx എന്നുള്ളത് dx dy ആയിട്ട് മാറി. അപ്പോൾ dxൻ്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്ത് 0 to y/4ഉം yൻ്റേത് 0 to 4ഉം ആയിട്ട് മാറി. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് അത് ചേഞ്ച് ആയിട്ടുള്ളത് എന്നുള്ളത്. 0 to y/4 അതെങ്ങനെ എഴുതിയത്, നമ്മളപ്പോൾ ഈ മീറ്റ് ഇപ്പോൾ ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടി, എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആണ് നമ്മുടെ ലാസ്റ്റ് ലിമിറ്റ്, എക്സ് ഈക്വൽ ടു 1 അല്ലേ, ആ ലിമിറ്റ് വരച്ചു. അപ്പോൾ ഇതെല്ലാം ഈ 4 പോയിന്റും ബൗണ്ടറി വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാ, ഈ ഷെയ്ഡഡ് പോർഷനാണ്. ഇതിലാണ് മൊത്തം എല്ലാ റീജിയനും വരുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ഹൊറിസോണ്ടലായ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തപ്പോൾ അതിൽ എക്സും വൈയും വേരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്, എക്സ് വേരി ചെയ്യുന്നത് 0 മുതൽ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു y/4 ആണ്. എക്സിന് ഇൻ ടേംസ് ഓഫ് വൈൻ്റെ ടേംസിൽ പറഞ്ഞാൽ y/4 ആണ്. y വേരി ചെയ്യുന്നത് 0 തൊട്ട് 4 വരെയാണ്. 0 തൊട്ട് 4 വരെയാണ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ 0 to y/4ഉം വൈയുടെ വേരിയേഷൻ 0 to 4ഉം ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇൻ്റഗ്രേഷൻ ഓർഡർ ഇൻ്റർചേഞ്ച് ചെയ്തു.
റിവേഴ്സിങ് ദ ഓർഡർ ചെയ്തു. ഇനി ജസ്റ്റ് ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ e raised to minus y square dxൻ്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. e raised to minus y square dy ചെയ്യുമ്പോൾ dx ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ dx ചെയ്യുമ്പോൾ e raised to minus y square y-യുടെ ടേം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. എക്സിനെ നമ്മൾ ലിമിറ്റ് കൊടുത്തു 0 to y/4. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? അപ്പർ ലിമിറ്റ് y/4 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. ദാറ്റ് ഈസ് y/4 ഇൻറ്റു e raised to minus y square dy വരും. ഇനി ഇവിടെ 1/4 ഔട്ട്സൈഡ് എടുത്തു, ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുത്തു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 4 y e raised to minus y square dy വന്നു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാം അല്ലേ. ഇതിനെ നമുക്ക് e raised to minus y squareലെ ഞാൻ y സ്ക്വയറിന് ഞാൻ u സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ഇതിനെ 2 ഡിഫറൻസിയേഷൻ നടത്തി എന്ത് വരും? 2y dy ഈക്വൽ ടു du എന്ന് എഴുതാലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ y dy ഉണ്ട്. അപ്പോൾ y dy എന്ന് പറഞ്ഞാൽ എന്താ? du/2 വരും. ലിമിറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് ചേഞ്ച് ചെയ്യും? y ഈക്വൽ ടു x ഈക്വൽ ടു അല്ല, ഇവിടെ y 0 എന്നുള്ളത് യുവിലേക്ക് വരുമ്പോൾ 0 സ്ക്വയർ 0 തന്നെ വരും. 4 എന്നുള്ളത് 4 സ്ക്വയർ 16 ആയിട്ട് മാറും. അപ്പോൾ 1/4 ലിമിറ്റ് 0 to 16 e raised to minus u du/2 വന്നു. ഈ 1/2 ഞാൻ ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുത്താൽ 1/4 ഇൻറ്റു 2 1/2 1/8 ഇൻ്റഗ്രൽ 0 to 16 e raised to minus u du. എക്സ്പോണൻഷ്യൽ ടേമിനെ ഇൻ്റഗ്രേഷൻ നടത്തിയാൽ e raised to minus u/-1 വിത്തിൻ ദ ലിമിറ്റ് 0 to 16 ആണ്. അപ്പോൾ 1/8 e raised to minus 16 minus 1/-1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ -1. ഈ -1 എങ്ങനെ വന്നു? e raised to minus uൻ്റെ ഈ യുവിൻ്റെ കൂടെയുള്ള സിമ്പിളാണ്, അത് -1 ആണ്. അപ്പോൾ ഈ -1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 1 minus e raised to minus 16 divided by 8 ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ് എ ഡബിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ആർ എൻക്ലോസ്ഡ് ബൈ ദ കർവ് y സ്ക്വയർ ഈക്വൽ ടു 4x ആൻഡ് x സ്ക്വയർ ഈക്വൽ ടു 4y. നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഈ രണ്ട് കർവും ഇൻ്റർസെക്ട് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിക്കണം, റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ രണ്ട് കർവും ഇൻ്റർസെക്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4x-ഉം x സ്ക്വയർ ഈക്വൽ ടു 4y-ഉം ആണ് രണ്ട് കർവ്. അപ്പോൾ അതിൽ നിന്ന് y എന്ന് പറഞ്ഞാൽ എന്ത് വരും? y ഈക്വൽ ടു 2√x. ഇതിൽ x സ്ക്വയർ ഈക്വൽ ടു 4y-ന് y ഈക്വൽ ടു x സ്ക്വയർ ബൈ 4 വരും. അപ്പോൾ y വേരി ചെയ്യുന്നത് x സ്ക്വയർ ബൈ 4 ടു 2√x-ലോട്ടായിരിക്കും. ഇനി സെറ്റ് 2√x നമുക്ക് എക്സിൻ്റെ വേരിയേഷൻ കണ്ടുപിടിക്കണം. എക്സ് വേരി ചെയ്യുന്ന ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം, കാരണം രണ്ടും വൈയുടെ വാല്യൂസ് ആണ്. 2√x ഈക്വൽ ടു x സ്ക്വയർ ബൈ 4 ചെയ്താൽ 4നെ നമ്മൾ LHS-ലോട്ട് കൊണ്ടുപോയാൽ 8√x ഈക്വൽ ടു x സ്ക്വയർ വരും. ദാറ്റ് ഈസ് സ്ക്വയർ ചെയ്ത 64x ഈക്വൽ ടു x റേസ് ടു 4. 64x മൈനസ് x റേസ് ടു 4 ഈക്വൽ ടു 0. എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ x ഇൻറ്റു x ക്യൂബ് മൈനസ് 64 ഈക്വൽ ടു 0 വരും. അപ്പോൾ x ഈക്വൽ ടു 0 ഓർ x ക്യൂബ് ഈക്വൽ ടു 64, ദാറ്റ് ഈസ് x ഈക്വൽ ടു 4 വരും. അപ്പോൾ എക്സിൻ്റെ രണ്ട് വാല്യൂസ് വന്നു, 0-ഉം 4-ഉം. അപ്പോൾ അതിൽ വെൻ x ഈക്വൽ ടു 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താണ്? വൈയുടെ വാല്യൂ എന്ത് വരും? x ഈക്വൽ ടു 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0, x സ്ക്വയർ ബൈ 4, 0 സ്ക്വയർ ബൈ 4 0 തന്നെ വരും. ഇനി x ഈക്വൽ ടു 4 ആണെങ്കിലോ y എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ബൈ 4, ദാറ്റ് ഈസ് 4 തന്നെ വരും. ദെൻ ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 0 0-ഉം 4 4-ഉം ആണ്. x കോമസ് y 0 0 x 4 y 4. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ dy/dx ആണ് ഏരിയ. അപ്പോൾ അതിൻ്റെ വൈയുടെയും എക്സിൻ്റെയും വേരിയേഷൻസ് കൊടുക്കണം. എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലിമിറ്റാണ് ഔട്ട് സൈഡ് കൊടുക്കുക, വേരിയേഷൻ ഉള്ളതാണ്, വേരിയബിൾസ് ഉള്ളതാണ് ഇൻസൈഡ് കൊടുക്കുക. അപ്പോൾ വേരിയബിൾസ് വരുന്നത് √x-ഉം x സ്ക്വയർ ബൈ 4-ഉം ആണ്. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻസ് ആണത്. അപ്പോൾ dx പുറത്ത് കൊടുത്തു, ഉള്ളിൽ dy എഴുതി, ദാറ്റ് ഈസ് dy/dx എന്ന് എഴുതി. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ 0 to 4 ഇൻ്റഗ്രൽ x സ്ക്വയർ ബൈ 4 ടു 2√x dy/dx. അപ്പോൾ ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y ആണ്, ലിമിറ്റ് x സ്ക്വയർ ബൈ 4 ടു 2√x ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 2√x മൈനസ് x സ്ക്വയർ ബൈ 4 ഇൻറ്റു dx ആണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? 2√x-ന് എനിക്ക് 2x റേസ് ടു 1/2 എന്ന് എഴുതാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. മൈനസ് 1/4 x സ്ക്വയർ. അപ്പോൾ x റേസ് ടു m എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ x റേസ് ടു m എന്ന് പറഞ്ഞാൽ x റേസ് ടു m+1 ബൈ m+1 ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു x റേസ് ടു 3/2 വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4/3 x റേസ് ടു 3/2 മൈനസ് 1/12 x ക്യൂബ് വരും.
അങ്ങനെ ലിമിറ്റ് 0 to 4 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4/3 ഇൻറ്റു 4 all raised to 3/2 മൈനസ് 1/12 4/3. 4/3 എന്ന് പറഞ്ഞാൽ 64 ആണ്. അതിൻ്റെ 1/2 അതായത് സ്ക്വയർ റൂട്ട് എടുത്താൽ 8 വരും. ദാറ്റ് ഈസ് 4/3 8 മൈനസ് 1/12 ഇൻറ്റു 64. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 32/3 മൈനസ് 64/12. 32/3 മൈനസ് 64/12 എന്ന് പറഞ്ഞാൽ 16 മൈനസ് 3 ആണ്. ദാറ്റ് ഈസ് ഏരിയ എന്ന് പറഞ്ഞാൽ 16/3 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. Find the work done by the force field F equal to xyi plus yzj plus xzk on a particle that moves along the curve r of t equal to ti plus t square j plus t cube k where t varies from 0 to 1. For work done in the equation integral over c curve f dot dr ആണ്. ഇവിടെ dr എന്ന് പറഞ്ഞാൽ എന്താണ്? dxi plus dyj plus dzk ആണ്. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ എന്താണെന്ന് ആദ്യം എഴുതാം. എഫ് തന്നിട്ടുണ്ട്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, ഡി ആറിനും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. എന്നിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഐ കമ്പോണൻസ് ഡയറക്റ്റ് നോക്കുക അല്ലേ. ഐ ഡോട്ട് ഐ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ജെ ഡോട്ട് ജെ പ്ലസ് കെ ഡോട്ട് കെ. ഐ ഡോട്ട് ഐ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് വരും. ജെ ഡോട്ട് ജെ ചെയ്യുമ്പോൾ വൈ സെഡ് ഇൻറ്റു ഡി വൈ. ദെൻ ലാസ്റ്റ് ടൈം എക്സ് സെഡ് ഡി സെഡ് വരും. അതാണ് എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ വർക്ക് ഡൺ കാണണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് ആർ ഓഫ് ടി കൂടിയാണ് മൂവ് ചെയ്യുന്നത് ഈ പാർട്ടിക്കിൾ. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ നമ്മൾ എടുത്ത് എഴുതി. ആർ ഓഫ് ടി തന്നിട്ടുണ്ട് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. അപ്പോൾ അതിൽ ഐത്ത് കോമ്പണൻറ്റിന് എക്സും വൈത്ത് കോമ്പണൻറ്റിന് ജെ വൈ കെത്തിന് സെഡ് എക്സ് വൈ സെഡ് ആയിട്ട് എഴുതി. എക്സ് എന്ന് പറഞ്ഞാൽ ടി, വൈ ടി സ്ക്വയർ, സെഡ് ടി ക്യൂബാണ്. അപ്പോൾ ഡി എക്സ് എടുത്താൽ ഡി എക്സ് ഈക്വൽ ടു ഡി ടി, ഡി വൈ ഈക്വൽ ടു 2t ഡി ടി, ഡി സെഡ് ഈക്വൽ ടു 3t സ്ക്വയർ ഡി ടി. അപ്പോൾ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. എക്സിന് നമ്മൾ എന്ത് ചെയ്തി? ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. വൈ ടി സ്ക്വയർ ദാറ്റ് ഈസ് ടി ഇൻറ്റു ടി സ്ക്വയർ. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്. ഡി വൈ എന്ന് പറഞ്ഞാൽ 2t ഡി ടി ആണ്. 2t ഡി ടി. സെഡ് ടി ക്യൂബ് ആണ്. പ്ലസ് എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു ടി ക്യൂബ് ഇൻറ്റു 3t സ്ക്വയർ ഡി ടി. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ടി സ്ക്വയർ ഇൻറ്റു ടി, ടി ക്യൂബ് പ്ലസ് 2t പ്ലസ് 3t6 ഡി ടി എന്ന് എഴുതാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് അതിനെ 5t6 എന്ന് എഴുതാം. ഓക്കെ. എന്നിട്ട് ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അങ്ങനെ എഴുതിയാൽ മതി. ഞാൻ ഈ സ്റ്റെപ്പ് എത്തിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. t4/4 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t3നെ t4/4 പ്ലസ് 2t6 ചെയ്താൽ t7/7 പ്ലസ് 3 ഇൻറ്റു t7/7. അപ്പോൾ t4/4 പ്ലസ് ഇത് രണ്ടും സെയിം വേരിയബിൾ അല്ലേ. അപ്പോൾ 3 + 2 5/7 t7 എഴുതി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/4 പ്ലസ് 5/7 മൈനസ് 0. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 27/28 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്ലൈ ഗ്രീൻസ് തിയറം to evaluate integral over c 2x² minus y² dx plus x² plus y² dy, where c is the boundary of the area enclosed by the x-axis and the upper half of the circle x² plus y² equal to 4. അപ്പോൾ ഗ്രീൻസ് തിയറം പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഓക്കെ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രീൻസ് തിയറം വെച്ച് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആർച്ചസിൽ എടുക്കുന്ന ടേം കണ്ടുപിടിച്ചാൽ മതി. അതിന് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് പിയും ക്യൂവും എന്താണെന്ന് എടുത്തേതാം. ഡി എക്സിൻ്റെ കൂടെ കിടക്കുന്ന ടേമാണ് പി, ഡി വൈയുടെ കൂടെ വരുന്നതാണ് ക്യൂ. അപ്പോൾ പി ഈക്വൽ ടു 2x² മൈനസ് y², ക്യൂ ഈക്വൽ ടു x² പ്ലസ് y². ഡോ പി ബൈ ഡോ വൈ കാണാം, ഡോ ക്യൂ ബൈ ഡോ എക്സ് കാണാം. ഡോ പി ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ 2x² കോൺസ്റ്റൻ്റ് ആണ്, 0 വരും, മൈനസ് 2y. ഡോ ക്യൂ ബൈ ഡോ എക്സ് 2x പ്ലസ് 0 ദാറ്റ് ഇസ് 2x ആയിരിക്കും. ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഡബിൾ ഇൻ്റഗ്രൽ ആർ 2x ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x മൈനസ് ഡോ പി ബൈ ഡോ വൈ മൈനസ് 2y ഡി എക്സ് ഡി വൈ വന്നു. ദാറ്റ് ഈസ് 2x പ്ലസ് 2y ഡി എക്സ് ഡി വൈ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻ്റഗ്രലിനെ പോളാർ കോർഡിനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. എക്സിന് ആർ കോസ് തീറ്റയും വൈക്ക് ആർ സൈൻ തീറ്റയും കൊടുത്തു. അപ്പോൾ ഡി എന്ന് പറയുന്നത് ആർ ഡി ആർ ഡി തീറ്റയാണ്. അപ്പോൾ ആർ നമ്മൾ പറയുന്നത് തന്നിരിക്കുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ഹാഫ് ഓഫ് ദ സർക്കിളാണ്. സർക്കിള് x² പ്ലസ് y² ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ആറ് വേരി ചെയ്യുന്നത് എങ്ങോട്ടാണ്? 0 മുതൽ 2 വരെയും തീറ്റ വേരി ചെയ്യുന്നത് 0 to π ആയിരിക്കും. ഓക്കെ.
അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രേഷൻ എന്തായി മാറും? ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 0 to 2 2r cos തീറ്റ പ്ലസ് 2r sin തീറ്റ r dr d തീറ്റ എന്നാവും വരിക. ഓക്കെ, ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറിനെ നമുക്ക് ഉള്ളിലോട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2r² cos തീറ്റ പ്ലസ് 2r² sin തീറ്റ dr d തീറ്റ. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ആറ് വെച്ച് ഇൻ്റഗ്രേഷൻ നടത്തിയ 2/3 r³ cos തീറ്റ പ്ലസ് 2/3 r³ sin തീറ്റ d തീറ്റ വന്നു. തീറ്റ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2/3 രണ്ടിലും കോമൺ ആണ്, അത് ഔട്ട് സൈഡ് ഇട്ടു. r³ cos തീറ്റയിലെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ആറിന് 2 കൊടുത്താൽ 2³ 8 cos തീറ്റ, ആറിന് 2 കൊടുത്താൽ 2³ 8 sin തീറ്റ -0 വരും. ഇനി അപ്പോൾ 8 ഔട്ട് സൈഡ് പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ 8 × 2 16/3 ഇൻ്റഗ്രൽ കോസ് തീറ്റ സൈൻ തീറ്റ ഇൻ്റഗ്രൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ലിമിറ്റ് 0 to pi ദാറ്റ് ഈസ് സൈൻ പൈ മൈനസ് കോസ് പൈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മൈനസ് സൈൻ 0 മൈനസ് കോസ് 0 മൈനസ് മൈനസ് പ്ലസ് കോസ് 0. അതായത് സൈൻ പൈയും സൈൻ 0യും 0 ആണ്, കോസ് പൈ -1 ആണ്, -1 മൈനസ് +1 ആവും, കോസ് 0 1 ആണ്. ദാറ്റ് ഈസ് 16 × 2/3 ദാറ്റ് ഈസ് 32/3 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇവാലുവേറ്റ് ദ സർഫസ് ഇൻ്റഗ്രൽ x at ds where sigma is the part of the plane x plus y plus z equal to 1 that lies in the first octant. അപ്പോൾ സർഫസ് ഇൻ്റഗ്രലാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ സെഡിനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ തന്നിരിക്കുന്ന പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് മാറി. ഇനി ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും കണ്ടുപിടിച്ചു, രണ്ടും -1 ആണ്. ഇനി തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ എക്സ് സെഡ് ഡി എസ് എന്നുള്ളതിനെ ഈക്വലൻ്റ് ടു എന്താണ്? x into 1 minus x minus y. Z എന്ന് പറഞ്ഞാൽ 1 minus x minus y ആണ്. ഇൻറ്റു റൂട്ട് ഓഫ് സർഫസ് ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ ആണ് ഇരിക്കുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ ഡോ സെഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് ഡി വൈ ആണ്. ഡോ സെഡ് ബൈ ഡോ എക്സ് -1 ഡോ സെഡ് ബൈ ഡോ വൈ -1 പ്ലസ് 1 ഡി എക്സ് ഡി വൈ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 √3 അത് ഔട്ട് സൈഡ് എഴുതി. √3 സർഫസ് ഇൻ്റഗ്രലെ x into 1 minus x minus y dx dy. ഇനി അതിൽ നോക്കുകയാണെങ്കിൽ ഇത് നോക്കൂ, ഈ ലൈൻ വരച്ചത് ശ്രദ്ധിച്ചാൽ മതി. ഇത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനാണിത്. ഇതിൽ y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനാണിത്. ഇത് x ഈക്വൽ ടു 0. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 പാസ് ചെയ്യുന്ന പോയിന്റ് ഏതൊക്കെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ 0 1 1 0 ആയിരിക്കും. അതിൽ ഞാനൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ y വേരി ചെയ്യേണ്ടത് 0 to 1 മൈനസ് എക്സ് ആണ്. എക്സ് വേരി ചെയ്യുന്നത് എങ്ങോട്ട്? 0 മുതൽ 1 വരെയാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് കിട്ടി. അപ്പോൾ x into 1 മൈനസ് എക്സ് മൈനസ് വൈ എന്നുള്ള ഈ ഇക്വേഷൻ നിന്നാണ് ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടുമല്ലോ. ഇതിൽ സെഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ സെഡ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആവും. തന്നിരിക്കുന്ന പ്ലെയിൻ ഫസ്റ്റ് ഓക്ടൻ്റ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നുള്ള ലൈൻ കിട്ടി. ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് 0 1 1 0. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ എന്നുള്ള ഫോർമാറ്റിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് A0 എയും A0 എന്നും പറയുന്നത്. അത് വെച്ചിട്ടാണ് 1 0 0 1 ഞാനിവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ റെക്ടാങ്കുലർ സ്ട്രിപ്പ് വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. അതിലെ ഓരോ പോയിന്റ് y വേരി ചെയ്യേണ്ടത് 0 to 1 മൈനസ് എക്സ്. ദെൻ ഇവിടെ എക്സ് വേരി ചെയ്യേണ്ടത് 0 മുതൽ 1 വരെ. അപ്പോൾ ഡി വൈ ഡി എക്സ് വൈ, അപ്പോൾ വേരിയബിൾസുള്ള ലിമിറ്റ് ഉള്ളിൽ കൊടുത്തു, കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ഔട്ട് സൈഡ് കൊടുത്തു. ദെൻ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് വൈ ഡി വൈ ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് കോൺസ്റ്റൻ്റ് ആണ്. 1നെ ചെയ്താൽ വൈ, എക്സിനെ ചെയ്താൽ എക്സ് വൈ, കാരണം എക്സ് കോൺസ്റ്റൻ്റ് ആണ്. മൈനസ് വൈനെ ചെയ്താൽ y²/2. ലിമിറ്റ് 0 to 1 മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അപ്പോൾ എന്ത് വരും? √3 ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു y minus xy minus y²/2 within the limit 0 to 1 minus x dx ആണ്. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? വൈക്ക് 1 മൈനസ് എക്സ് കൊടുത്തു. വൈക്കാണ് ലിമിറ്റ് കൊടുക്കുന്നത്. എക്സിന് അതുപോലെ എഴുതി y 1 മൈനസ് എക്സ് y² 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2 ഓൾ ഇൻറ്റു ഡി എക്സ്. ഇതിൽ 1 മൈനസ് എക്സ് എല്ലാ ടൈമിലും ഉണ്ട്, അത് ഔട്ട് സൈഡ് പുറത്തേക്ക് എടുത്തു. എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് കൊടുത്തപ്പോൾ ഇവിടെ 1. ഓക്കെ, അതിന് 1 മൈനസ് എക്സ് ഇവിടെ വന്നു, മൈനസ് 1 മൈനസ് എക്സ് ബൈ 2 വന്നു.
ഈ 1 മൈനസ് എക്സിനെ ഞാൻ വീണ്ടും ഒരു ബ്രാക്കറ്റിലാക്കി 1 മൈനസ് എക്സ് മൈനസ് 1 മൈനസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ 1 മൈനസ് എക്സ് ബൈ 2 ആണ് എൻ്റെ ആൻസർ. ആ 2 ഞാൻ പുറത്തോട്ട് കൊണ്ടുവന്ന √3/2 ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ഈ ബ്രാക്കറ്റ് 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഇൻറ്റു ഡി എക്സ് വന്നു. ഇനി ഇതിൽ എക്സ് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് പ്ലസ് എക്സ് ക്യൂബ് മൈനസ് 2x² ഡി എക്സ് വരും. അത് സിംപ്ലി ഇൻറ്റഗ്രേഷൻ നടത്തിയാൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് റേസ് ടു 4/4 മൈനസ് 2x³ 3. പിന്നെ ലിമിറ്റ് 0 to 1 കൊടുത്താൽ √3/2 1/2 പ്ലസ് 1/4 മൈനസ് 2/3. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3/24 കിട്ടും. ഓക്കെ, ഇത് ജസ്റ്റ് LC എടുക്കുകയാണ്. 3 കൊണ്ട് ഇങ്ങോട്ടും 4 കൊണ്ട് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9 മൈനസ് 8/12 കിട്ടും. 12 into 2 24 √3 into 1. ഓക്കെ, find del dot f cross g if f equal to 5zi plus xzj plus xyk and g equal to xyi plus xyzj. നല്ല സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഡെൽ ഡൈവേർജൻസ് ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ക്രോസ് പ്രൊഡക്റ്റ് എഫ് ക്രോസ് ജി കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് മെത്തേഡിൽ ഐ ജെ കെ എഴുതി ഐ കമ്പോണൻസും ജെ കമ്പോണൻറ്റും കെ കമ്പോണൻറ്റും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതി. ലാസ്റ്റ് ടൈമിൽ കെ കമ്പോണൻറ്റ് ഇല്ല, അപ്പോൾ അത് 0 ആയിട്ട് എഴുതി. ഈ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ഐ എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളംസ് ക്യാൻസൽ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ 0 മൈനസ് എക്സ് വൈ സെഡ് മൈനസ് ജെ എടുക്കുമ്പോൾ മൈനസ് ഉണ്ട്. ഫസ്റ്റ് ഇവിടെ പ്ലസ് ആയിരുന്നു, അടുത്ത ടേമിൽ മൈനസ് ജെ ഇൻറ്റു ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും ക്രോസ് ചെയ്യുമ്പോൾ 0 മൈനസ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു വൈ സെഡ് ഇൻറ്റു എക്സ് വൈ സെഡ് മൈനസ് എക്സ് വൈ ഇൻറ്റു എക്സ് സെഡ്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് ഐ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ജെ പ്ലസ് എക്സ് വൈ സ്ക്വയർ സെഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ സെഡ് കെ വരും. ഇനി ഡെൽ ഡോട്ട് എഫ് ക്രോസ് ജി കാണുമ്പോൾ എന്ത് വരും? ഡെൽ ഡോട്ട് എഫ് ക്രോസ് ജി സിംപ്ലി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ഈ കമ്പോണൻറ്റ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെത്ത് കമ്പോണൻറ്റ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് കെത്ത് കമ്പോണൻറ്റ്. അത് എക്സ് കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2x വൈ സ്ക്വയർ സെഡ് പ്ലസ് 2x² വൈ പ്ലസ് 2x വൈ സ്ക്വയർ സെഡ് മൈനസ് എക്സ് സ്ക്വയർ വൈ. മൈനസ് 2x വൈ സ്ക്വയർ സെഡും പ്ലസ് 2x വൈ സ്ക്വയർ സെഡും ക്യാൻസൽ ആയി പോവും. ദെൻ 2x² വൈ മൈനസ് x² വൈ ചെയ്ത പ്ലസ് x² വൈ ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഇതാണ് ഡെൽ ഡോട്ട് എഫ് ക്രോസ് ജിയുടെ ആൻസർ. താങ്ക് യു. ഇതോടെ നമ്മുടെ റിവിഷൻ സീരീസ് ഈ സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു.